രാജീവ് ചന്ദ്രശേഖർ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് അവസാനം നടന്നിരിക്കുന്നത്. കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ഇന്നലെ നമുക്കറിയാം, മാധ്യമങ്ങളും ഇടതുപക്ഷവും വലതുപക്ഷവും പറഞ്ഞത് BJPയുടെയും അമിത്ഷായുടെയും വാക്കെല്ലാം വെറും വാക്കാണ്, കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അവരെല്ലാം ഛത്തീസ്ഗഡിൽ ഉണ്ടാവും, ഉടൻ തന്നെ ഇങ്ങ് തിരിച്ചു വരുമോ? അല്ല, പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ഇക്കാര്യത്തിൽ വളരെ ശക്തമായിട്ട് ഇടപെട്ടു. കാരണം ഇത് രണ്ട് സംസ്ഥാനങ്ങളുടെ തന്നെ BJPയുടെ ഒരു ഭാവി തീർച്ചപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അങ്ങ് മാറി എന്നുള്ളതാണ്. ഛത്തീസ്ഗഡിലെയും അതുപോലെ കേരളത്തിലെയും ഇതിപ്പം ജാമ്യം കിട്ടി. പക്ഷെ അതൊരു ഭാഗികമായ വിജയം മാത്രമല്ലേ എന്നുകൂടി നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് കേസ് വന്നിരിക്കുന്നത് മനുഷ്യക്കടത്തും മതപരിവർത്തനവുമാണ്. പിടിച്ചാൽ പിടികിട്ടാത്ത രീതിയിൽ പോകുന്ന കാര്യങ്ങളിലേക്കാണ്. അപ്പോൾ അത് ഏത് തരത്തിൽ ജാമ്യം കൊണ്ട് എത്ര നാൾ തൃപ്തിപ്പെട്ടു പോകും എന്നുള്ളതാണ്. ഏതായാലും കേരളത്തിലെ BJPക്കാർ മുഖം രക്ഷിച്ചു. ഛത്തീസ്ഗഡിലും രക്ഷ കിട്ടിയെന്ന് പറയാം അവർക്ക്. കാരണം കേന്ദ്രത്തിൻ്റെ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് അവിടേക്ക്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോയത്. ഇപ്പോൾ ഇവർ പാസ്പോർട്ട് കെട്ടിവെക്കണം, 50,000 രൂപയുടെ 2 ആൾ ജാമ്യം ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങളിലേക്ക്, പക്ഷെ അതാണ് ഈ മറ്റു ചിലർക്ക്, ഇവർക്ക് ജാമ്യം കിട്ടിയതാണ് ചിലർക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഇത് വെച്ച് മുമ്പോട്ട് പോകാമായിരുന്നല്ലോ. ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ളവർ മിക്കവാറും ഒരാഴ്ചത്തേക്കായിരിക്കും റൂം ബുക്ക് ചെയ്തിട്ടിരിക്കുന്നത്. അതെ ബ്രിട്ടാസും സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തുന്നുണ്ട്. അതെ, സണ്ണി ജോസഫിന് പിന്നെ അതുപോലെ SDPIക്കാരൊക്കെ ഇനിയിപ്പോൾ അവിടെ പോയി ഈ കന്യാസ്ത്രീകളെ സ്വീകരിക്കാനായിട്ട് പോകുമായിരിക്കും, അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്കും എത്തുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ ഈ ക്രൈസ്തവ പ്രേമം കൂടിയത്. ഇപ്പോൾ സണ്ണി ജോസഫൊക്കെ ഓടിയെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇതെന്തിനാണെന്നറിയാമോ? ഇതിനകത്ത് നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ, പൂർണ്ണമായിട്ടും BJPയിലേക്ക് പോയ ക്രൈസ്തവരെല്ലാം ഇങ്ങോട്ടേക്ക് വന്നു എന്നാണ് ഇപ്പോൾ സണ്ണി ജോസഫ് കാണുന്നത്. സണ്ണി ജോസഫിനെ കൊണ്ടുവന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വേണ്ടി. വെള്ളാപ്പള്ളിയുടെ ആളിനെ മാറ്റിയിട്ട്, കാരണം കേരളത്തിലെ ക്രൈസ്തവരെ മുഴുവൻ തിരികെ UDFയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള കണക്കുകൂട്ടലാണ്. അത് BJPയിലേക്ക് പോയി എന്നുള്ളതാണ്. ശരിയാ, BJP കേരള ഘടകത്തിനകത്ത് ഒന്നടുത്ത് വന്നതാണ്. അങ്ങനെ വന്നതിനെയാണ് ഒരല്പം പിറകോട്ടടുപ്പിച്ചു പോയി. പക്ഷേ അവിടെ അനൂപ് ആൻ്റണിയും PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജും അവിടെ ശക്തമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് രാജീവ് ചന്ദ്രശേഖർ തന്നെ അവരെ തന്നെ നിയോഗിച്ചിരിക്കുകയാണ്. ആ ഒരു ക്രൈസ്തവ മുഖം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതിനെ നേരിട്ടു എന്നുള്ളതാണ്. കാരണം ഇവർ 9 ദിവസമായിട്ട് ജയിലിൽ കഴിയുകയാണല്ലോ. അപ്പോൾ ഒരുപക്ഷെ ഇത് NIA ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതിന് നീണ്ടുപോകും. അങ്ങനെ നീണ്ടുപോയിരുന്നുവെങ്കിൽ ഇവിടെ വലിയൊരു രാഷ്ട്രീയ മുതലെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ്. കാരണം എല്ലാ തരത്തിലും തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന LDFും UDFും കെട്ടുകെട്ടി അവിടെ നിൽക്കുകയാണ്. പാർലമെൻറ്റിൽ നിന്ന് ഇവരുടെ ഈ MPമാരെല്ലാം അവിടെ പോയല്ലോ പ്രതിഷേധിക്കാനും ഒക്കെ ആയിട്ടല്ലേ. അവിടുത്തെ കോൺഗ്രസ്സുകാരെന്തായാലും ഏത് തരത്തിലായി എന്നുള്ളതാണ് അറിയാൻ പറ്റാത്തത്. ഇത് BJPയിലേക്കുള്ള ഒരു പ്രവാഹം അങ്ങ് നിലച്ചു എന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ നിജസ്ഥിതി പുറത്തു വരുമ്പോൾ ആരാണ് അത്, ക്രൈസ്തവരായാലും കന്യാസ്ത്രീകളായാലും ഏത് മറ്റ് സന്യാസിമാരായെന്ന് പറഞ്ഞാൽ പോലും നിയമത്തിൻ്റെ മുമ്പിൽ സമന്മാരല്ലേ. അപ്പോൾ മനുഷ്യക്കടത്തും മതപരിവർത്തനവും ഒക്കെ നടത്തിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ അവർക്ക് ഈ ഒരു വൈദിക വേഷത്തിൽ രക്ഷപ്പെടുക എന്നുള്ളത് നടക്കത്തില്ല എന്നുള്ളതാണ് അവിടുത്തെ സാഹചര്യത്തിലൂടെ തെളിഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ നിന്ന് ഈ ബ്രിട്ടാസും ഒക്കെ കാണിച്ച ആവേശം, റഹീമും ഒക്കെ എന്തിനാണ് ഇത്ര ആവേശം കാണിച്ചത്? ഇവരെ നിയോഗിച്ചത് ആര് എന്നുള്ളത് നമുക്കൊരു ചോദ്യം ഉയരുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇത് കേരളത്തിൽ BJP അതിശക്തമായിട്ട് ക്രൈസ്തവ ഇടങ്ങളിലേക്ക് കയറി എന്നുള്ളത് മനസ്സിലാക്കി. അതുകൊണ്ടാണല്ലോ
എനിക്ക് തോന്നുന്നു ഇവർ തന്നെ കേരളത്തിലെ LDF സർക്കാർ തന്നെ ഈ ബിഷപ്പുമാരുടെ മേൽ സമ്മർദ്ദം ഉണ്ടാക്കിച്ചു. എന്നിട്ട് അവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഇനി കേക്കും വൈനും ഒന്നുമായിട്ട് ഇങ്ങോട്ടേക്ക് അരമനയിലേക്ക് വരണ്ട എന്ന്. ഇവരൊക്കെ തന്നെ പണ്ട് LDFകാർ തന്നെ CPMകാർ തന്നെ ഒക്കെ അരമന കയറി ഇറങ്ങി നടന്നവരല്ലേ. പിന്നെ പണ്ട് MA ബേബി AK ആന്റണിയെ പരിഹസിക്കുമായിരുന്നു. ഇങ്ങനെ രൂപതയിൽ കയറി ഇറങ്ങുകയാണ്, രൂപത എന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ബേബി ഉൾപ്പെടെയുള്ളവരൊക്കെ അവിടെ ഇപ്പം അരമനയിൽ കയറി ഇറങ്ങുന്നില്ലേ. ഇപ്പം ഇവിടെ ഈ വിഷയം വന്നപ്പോൾ MA ബേബിയെ കണ്ടില്ലല്ലോ, ഉണ്ടായിരുന്നു രംഗത്ത്. അങ്ങനെ അയാൾ ദേശീയ നേതാവല്ലേ. അതാ MA ബേബി അല്ലെങ്കിൽ എന്തെല്ലാം പിന്നെ ഈ സൈദ്ധാന്തികമായിട്ടുള്ള പല പ്രസ്താവനകൾ ഇറക്കേണ്ടതല്ലേ, അതൊന്നും കണ്ടുമില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആ പണി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് ബ്രിട്ടാസാണ്. ബ്രിട്ടാസ് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ MA ബേബിയുടെ അഡ്വൈസറായിരിക്കും. എല്ലാത്തിനും ഒരു അഡ്വൈസറെ LDF വയ്ക്കാറുണ്ട്. പണ്ട് പിണറായി വിജയന്റെ അഡ്വൈസർ ആയിരുന്നു, ഇപ്പോഴും പിണറായി വിജയന്റെ വിശ്വസ്തൻ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ രാജ്യസഭയിലേക്ക് പിന്നെ പോയത് തന്നെ. ബ്രിട്ടാസ് എല്ലാ ആനുകൂല്യങ്ങളും പറ്റുന്ന ആളല്ലേ. അപ്പം ഇതിനകത്തൂടെയും അവിടെ നിയോഗിച്ചതാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ബിഷപ്പുമാരെ ഒക്കെ തന്നെ വലിയ സമ്മർദ്ദത്തിൽ ഏറ്റിച്ചു LDF. UDF വലിയ സമ്മർദ്ദം കൊടുത്താലും എനിക്ക് തോന്നുന്നില്ല UDFിൽ നിന്നൊക്കെ പൊതുവേ. അല്ല, ഈ കന്യാസ്ത്രീകളുടെ കുടുംബം ആദ്യം നന്ദി പറയേണ്ടത് റഹീമിനോടാവായിരിക്കും അല്ലേ. അതെ, ഇംഗ്ലീഷ് പറഞ്ഞ്. അതെ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം റഹീമിനെ പോലുള്ളവരെയൊക്കെ ഈ ജയിലിന്റെ കവാടത്തിന്റെ അവിടെ സഹിക്കാൻ കഴിയുന്നില്ലാത്തത് കൊണ്ട് ജാമ്യം കൊടുത്തതായിരിക്കും എന്ന് വേണമെങ്കിലും പറയാം. അപ്പം കേരളത്തിലെ ബിഷപ്പുമാരൊന്നും എനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ കോൺഗ്രസ് അധ്യക്ഷനൊന്നും പറഞ്ഞാൽ ഒന്നും കേൾക്കത്തില്ല. എനിക്ക് തോന്നുന്നു പിണറായി വിജയനോ അല്ലെങ്കിൽ LDF ഏതെങ്കിലും തരത്തിൽ ഇവിടുത്തെ സഭകളിലേക്ക് സമ്മർദ്ദം ഏറ്റിട്ടുണ്ട്. അല്ലെ, ഈ BJPയെ സംബന്ധിച്ചിടത്തോളം രാജീവിനല്ല ഇപ്പോൾ 2 ദിവസമായി നമുക്ക് തന്നെ അറിയാം ഇത്രയും വലിയ എതിർപ്പുകൾ ഉണ്ടായിട്ടും വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് അല്ലേ. ആണ്. അദ്ദേഹം തൃശ്ശൂരിലൊക്കെ അവിടെ, കാരണം തൃശ്ശൂരിലെ വലിയ അടുപ്പമല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത് സഭകൾ ഒക്കെ ആയിട്ട്. അത് സുരേഷ് ഗോപി ഉണ്ടാക്കിയിട്ടുള്ള ഒരു അടുപ്പമാണ്, അത് നിലനിർത്തണം. കാരണം 2 തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്, തദ്ദേശവും പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പും. ഉണ്ടാക്കിയെടുത്ത, കാരണം വഖഫ് ഭേദഗതി ബില്ലും മുനമ്പം വിഷയത്തിലും ഒക്കെ തന്നെ ഷോൺ ജോർജിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ മൈലേജ് ഉണ്ട്. അതൊക്കെ തന്നെ നഷ്ടപ്പെടാതെ കൊണ്ടുപോകണം. അത് നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഈ ബ്രിട്ടാസും ഈ റഹീമും അല്ലെങ്കിൽ പിന്നെ ഈ കോൺഗ്രസ്സുകാരും ഒക്കെ ശ്രമിച്ചത്. പക്ഷേ അതൊന്നും വേണ്ട തരത്തിൽ ഏശിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പല ബിഷപ്പുമാരുമൊക്കെ ഒരു വികാരപ്രകടനം നടത്തി. ഇപ്പം പാംപ്ലാനിയൊക്കെ തന്നെ പറഞ്ഞു ഇരിക്കുന്ന കൂട്ടിൽ കാഷ്ടിക്കുന്ന പക്ഷികളാകരുത് എന്നൊക്കെ അഭിപ്രായ പ്രകടനമൊക്കെ നടത്തി. പാംപ്ലാനി തന്നെ മുമ്പ് പറഞ്ഞിട്ടുള്ളത് BJPയോട് അനുഭാവം പുലർത്തുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ്. അപ്പോൾ അങ്ങനെയൊന്നും ക്രൈസ്തവരോ ബിഷപ്പുമാരോ അരമനയോ ഒന്നും BJPയിൽ നിന്നൊന്നും അകന്നൊന്നും പോയിട്ടില്ല. ബിഷപ്പുമാർക്കൊക്കെ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാം, തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഇതിനകത്ത് രാഷ്ട്രീയ നിറം ചാർത്തി അതിനകത്ത് LDFും കോൺഗ്രസും മുതലെടുക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. അതിനിപ്പോൾ പാഴാകുന്ന ലക്ഷണമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.